ഇതെന്തുവാ? നെസ്റ്റ് നെസ്റ്റ് കൂട്. ഇതോ നട്ട്സ് നട്ട്സ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തീയൊക്കെ കത്തിച്ച് പുക പോകാൻ വേണ്ടി ഫാനൊക്കെ തിരിച്ചു വെച്ച് മാമനും മോനും കൂടെ ഇവിടെ കലത്തിൽ ചോറ് കഴിക്കണം. കലത്തിൽ എൻ്റെ പുകയെ ഒന്ന് മാറി നിൽക്കും. നല്ല തണുപ്പാണ് കേട്ടോ. ഫാൻ ഇരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, പുക പുറകിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഓ മുട്ടയില എൻ്റെ ഒരു ട്രിപ്പ് കഴിച്ചതാ. മാമൻ കഴിച്ചപ്പോൾ അവന് പിന്നെയും വിശന്നു. മിടുക്കനാ അല്ലേ കുഞ്ഞേ? ഇനി മിടുക്കനാണോ? രാവിലെ പരീക്ഷ എഴുതണ്ടേ? വൺ ടു ത്രീ ആയിടൂ. കിട്ടുന്ന നാളെ പരീക്ഷയാണ്. 1 2 3. മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞു. ഇപ്പം പായസം കുടിച്ചു. നമ്മുടെ ജയിച്ച സ്ഥാനാർത്ഥി പായസം വെച്ചിട്ട് കൊണ്ടു തന്നായിരുന്നു. ഓ ആ എവിടെ പായസം അവിടെ ഒഴിച്ചോ? സാരമില്ല, അപ്പോൾ തുടച്ചോളാം. ആണോ? നമുക്ക് എഴുതാം. 1 2 3 എഴുതാം. 1 ആ 2 ആ 3 ആ 4 ആ 5 ആ 6. കണ്ണൻ മാനിനെ ഫിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മാൻ ഇന്ന് ഓടിയില്ലെങ്കിൽ ഇന്ന് കണ്ണൻ ഓടും ഇതുപോലെ. ഇതാരാ ഇത്? ആടെ പാത്തുവാണോ ഇത്? ഗീത കടിച്ചോളെ. ഇവിടെയുള്ള എല്ലാ പട്ടിയും കടിക്കുക. ഈ പെണ്ണിൻ്റെ പുതിയ പണി. ഒരു വക ഞാൻ നിനക്ക് തരൂല. ഇനി ഞാൻ പട്ടിണിക്കും. മണ്ണും തേച്ചുകൊണ്ട് നടക്കുക. ചോട്ട്. ഇത് കണ്ട ഡിഷ്, ഇത് കണ്ട വിറക്. രാത്രി ഇപ്പം ഞങ്ങളുടെ സ്ഥിരം പരിപാടി തീയും കത്തിച്ചോണ്ടിരിക്കല. രാത്രിയാകുമ്പോ ഈ മാൻ ഓടിക്കളിക്കും അല്ലേ? ചെറുക്കനെ വെറുതെ വിടറി. ഞാൻ നാണോ ഇല്ലേടി നിനക്ക്? ആക്ഷൻ പറയൂ. അതാ പറയാനാ. പറയൂ. അത് നാളെ മുറിച്ചാൽ മതിയോ? അല്ല കിടു, ഒരു സംശയം ചോദിക്കട്ടെ. അപ്പം തിന്നണ്ടേ? നീ മിഷൻ വർക്ക് പോലെ ചവയ്ക്കുന്നുണ്ടല്ലോ. അവിടെ ചക്കൊക്കെ പിള്ളേർ കുറച്ചേ തിന്നാവൂ. ചോറുണ്ടല്ലോ ചക്ക ഇവിടെ വെച്ചിട്ട്. ഞാൻ ഒരെണ്ണം തിന്നട്ടെ. കുറേ നേരം നീ മിഷൻ വർക്ക് പോലെ തിന്നാ. ആണോ? പിണങ്ങി അപ്പം മാമൻ പഠിച്ചു. അതുകൊണ്ട് നീ പിണങ്ങാതിരിക്കുന്നത് എനിക്ക് നല്ലത്. കണ്ണൻ ശബരിമലയ്ക്ക് പോവാണ്. അമ്മ തുറന്നു നോക്കട്ടെ. അവൻ തുറന്നു വിട്ടോ. അതിൻ്റെ ഉള്ളിൽ അവന് തണുപ്പുണ്ടോ? തുറന്നു. ചക്കക്കുരു എല്ലാം എടുത്ത് വെക്കണം. ചക്കക്കുരു വേണമല്ലേ? അതിനെ കൊടുക്കണ്ട. അവൻ്റെ അടിച്ചു പോയിക്കുവാൻ. അവന് കഴിയതടി തറ. ഇത് അടിച്ചു വിട്ടപ്പോൾ മേളിൽ പേര് മത്തങ്ങ അടിച്ചെടുത്തോണ്ട് കൂടി കടി കിട്ടിക്കണോ? എന്നെ ലോക്കാനെ മൊത്തത്തിലങ്ങ് അയച്ചു വിടായിരുന്നു.
അപ്പോഴേ ആദ്യമായിട്ട് ആരെങ്കിലും യൂട്യൂബ് തുറന്നിട്ട് അറിയാത്തവരൊന്നും കടിക്കത്തില്ലേ. ഇപ്പം അഴിച്ചു വിടണ്ട, പൊക്കോടെ പുറകെ പോകും. അത് തന്നെ ഒരു വിഷയമായിട്ടിരിക്കുക. അല്ല അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പിള്ളേരെയും പാറുവിനെയും കുഞ്ഞു പിള്ളേരെയും എല്ലാം കൂട്ടിയിട്ട് രണ്ടാമത്തെ കൂട്ടിലിടാം. മിഷൻ മേടിച്ചാലേ നടക്കുള്ളൂ, കഴുകിയിട്ട് പോകുന്നില്ലാന്ന്. എടാ ഒരു സ്പീഡ് കുറച്ച് തിന്നടാ. തേടി ഒരുത്തനെ വളയ്ക്കാൻ പോയി നിൽക്കുന്നു. എന്തുവാ ഞാനൊന്ന് വളയ്ക്കാൻ നോക്കി, ഇത് മൈൻഡ് ചെയ്തില്ല. നീ ഒന്ന് മാറി നിൽക്കടി എൻ്റെ പ്രൈവസിയിൽ നിന്ന്. ആ നീ ഇത് പിടിച്ചേ, ഞാൻ ചെത്തിത്തരാം. അവിടെ എൻ്റെ കയ്യിൽ ഇതാ. അത് കൊടുക്ക, ഞാൻ ചെയ്തോളാം. ഞാൻ ചെത്തിത്തരാം, സമയമില്ല. അങ്ങനെ ആയുധം കൈമാറിയിട്ടുണ്ട്, കുഞ്ഞാവ് ഏറ്റിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നു കാണിച്ച്. ആ അവിടെ ഇവിടെ പറക്കിയിടാം, ഇവിടെ ഇടണം. ഇത്രയും ചക്ക ഞങ്ങളിപ്പോൾ തിന്നു തീർക്കുന്നതായിരിക്കും. ശബരിമലയ്ക്ക് പോവുകയാണ് ഗൈസ്. സ്വാമിയായി ശരണയ്യപ്പ. ബൈ. എൻ്റെ കപ്പ് കൊണ്ടുവെക്കാൻ എൻ്റെ കൊച്ചു വേണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ പ്ലാസ്റ്റിക് അഴിച്ചു. അവിടെയൊക്കെ ദേ പുകയുടെ കറ. ഈ അടുക്കള എപ്പോഴെങ്കിലും ഒന്ന് പൊളിച്ചിട്ട് മറ്റേ പുകയില്ലാത്ത അടുപ്പാക്കണം. വേറൊന്നും കൊണ്ടല്ല പൊളിക്കുന്നത്, ഈ അടുക്കളയുടെ ചിമ്മിനി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അടുപ്പയിലൊന്നും വെക്കാൻ പറ്റത്തില്ല, അപ്പോഴേ പൊളിഞ്ഞു വീഴുക. മോനെ ഒന്ന് മിണ്ടായിരിയുടെ പപ്പിച്ചെറുക്ക. ക്രിസ്മസ് ട്രീ എടുത്ത് തട്ടുംപുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞാവയുടെ പണിയാണ്. മറ്റേ മാനിനെ മേളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, കണ്ടോ മാൻ? കത്തുമ്പോൾ കാണിച്ചു തരാം വൈകിട്ട്. പിന്നെ ഞങ്ങൾ കുറേശ്ശെ ഇവിടുത്തെ ഓരോരോ സാധനങ്ങളായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കും. കട്ടയൊക്കെ വാരി മാറ്റുന്നു. ഞങ്ങളുടെ തറ തുടയ്ക്കുന്ന തുണികളെല്ലാം കൂടി ഒരു ബാസ്ക്കറ്റ് വാരി കെട്ടി വെച്ചിട്ടുണ്ട്, അതിനി മാറ്റി വെക്കണം. പിന്നെ കുറേശ്ശെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ റോഡ് അങ്ങ് വരെ അടിച്ചു വാരി. ഇപ്പോൾ എന്താടാ അങ്ങനെ? പിന്നെ ആരാ അടിച്ചു വാരിയേ? അങ്ങ് വരെ, അവിടെ വരെ, അവിടെ വരെ അടിച്ചു വാരി എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഒരു പുച്ഛം. എൻ്റെ സുലുവമ്മ സാക്ഷിയാണ്, സാക്ഷി. അയ്യോ, ബാക്കി പണിയട്ടെ. ഒന്ന് അനുഗ്രഹം. കേട്ടിട്ടോ, പറഞ്ഞിട്ടോ, ബാക്കി പറഞ്ഞിട്ടോ. ചക്കപ്പഴം നിന്ന് ആര്യം പറ. ആരാടാ? എന്തോത്തിന്? അല്ല അച്ഛൻ എന്തിനാ പേരിട്ടെ? ആർക്കാ? അല്ല ഇപ്പൊ ആർക്കാ അച്ഛ പേരിട്ട ഭാഗത്തുനിന്ന്? സ്റ്റാറിനോ? ഓ പോത്തിനിട്ട പേരാണോ? എന്തു ഇട്ട പോത്തിന്? ഞങ്ങൾ പുതിയ 4 പോത്തിനെ മേടിച്ചു. അതിനെണ്ണാണ് ഇട്ട പേരാ. ഒന്ന് ഭഗത്തെന്ന്, പിന്നെ അവൻ്റെ കൂട്ടുകാരുടെ പേരും. അത് അവന് ഫീൽ ചെയ്തു അല്ലേ? ഈ അങ്ങനെയല്ല, അച്ഛയല്ലേ, അച്ഛ പാവമല്ലേ. പോന്ന് പോക്ക് നോക്കി. അതേ നമ്മുടെ ക്രിസ്മസ് ട്രീ. മാന് ഇത് ഞങ്ങൾ രാത്രി കത്തിക്കുന്ന വിറകാട്ടോ. മാൻ മാൻ എന്താ കളഞ്ഞു പോയേ? ഇതെങ്ങോട്ടേക്ക് അടിപ്പിക്കുന്നിപ്പോ? ക്രിസ്മസ് ട്രീ ഇപ്പോഴാ കണ്ടേ അച്ഛൻ. പല കളറിൽ സ്റ്റാർ കത്തുന്നു. തറയിലോട്ട് നോക്കി.
മാൻ ഓടുന്നു. ക്രിസ്മസ് ട്രീ. നമ്മുടെ മിറ്റം കണ്ട എന്തൊക്കെ പടമാകിടും ഇത്. നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഉടുപ്പിടണ്ടേ? ക്രിസ്മസ് അപ്പൂപ്പൻ വരുമെന്ന്. എടാ ലൂക്കെ പോടാ, എടാ പോടാ. ഒന്ന് കുഴി പോയി കിടക്കുന്നീ. കൊള്ളാല്ലേ ഇടൂ? കൊള്ളാല്ലേ? ആ അപ്പ പോയിട്ട് നീ അത്താഴം വയ്ക്കാം. അത്താഴം വയ്ക്കുമ്പോഴത്തേക്ക് കരോളുകാർ വരും. ആ അങ്ങനെ കിടുവിനെ ക്രിസ്മസ് അപ്പൂപ്പനാക്കുവാണ് കുഞ്ഞമ്മാമൻ. ആഹാ, ഇന്ന് കരോളുകാർ വരുന്നുണ്ട്. അതിന് പിന്നല്ല, ആ ബെൽറ്റ് കെട്ടുമ്പം പുറത്തൂടെ ബെൽറ്റ് കെട്ടുമ്പോൾ ഇതെങ്ങനെ അങ്ങ് ഇരിക്കും. വയറ്റത്താ ബെൽറ്റ് കിട്ടുന്നേ. ആ കുറച്ച് അങ്ങനെയാണ് കിട്ടുന്നത്. എനിക്ക് പിന്നെടുത്ത് എന്നാ പിന്നെന്നാ ഒരു പിന്ന് കുത്തണം മോനെ, ഇല്ലേ തുറന്നു പോകും. ബെൽറ്റ് കെട്ടിയിട്ട് നമുക്കൊരു പിന്നൂടെ കുത്താം. ക്രിസ്മസ് അപ്പം പിന്നു കുത്തും. ആ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇതുവഴി പോയപ്പോൾ ഞാൻ പിന്നു കണ്ടായിരുന്നു. ജിംഗിൾ ബെൽ ജിംഗിൾ. ഏത് പാട്ടാ പാടുന്നേ? ഏതാ ആണോ? ആ ഇത് വെച്ചോ, ഇതുകൂടെ ഒന്ന് വെച്ചോളൂ. ഞാൻ ഇത് വെച്ചിട്ട് പിന്നെ കുത്തിക്കൂടെ, ഇതിൻ്റെ വലുതാ തൊപ്പി. കണ്ണ് കാണുന്നുണ്ടോ? അതോ മറ്റേ തൊപ്പി മാത്രം മതിയോ? ഇത് ഇച്ചിരി ലൂസാടാ. നോക്കട്ടെ. ആയി പൊളപ്പം ക്രിസ്മസ് അപ്പൂപ്പൻ. ആയി സൂപ്പർ ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് മറ്റേ കരോളുകാർ കൊട്ടുന്നതിൻ്റെ അവനതാ കാത്തു നിൽക്കുക. ഇപ്പം വരുവടാ കുട്ടാ, വരുവടാ. അപ്പുറത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരും. ഹായ് തണുപ്പായി, നമുക്ക് തീയൊക്കെ ഇട്ടിരുന്നാലോ? ആ കളിക്കേ. കണ്ണും കണ്ണും കാത്തിരുന്നു. പാടിക്കോ. മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം. ലൂക്ക് അത് കരോള് തീരുന്നവരെ കുറയ്ക്കും. നമ്മുടെ വീടിൻ്റെ ആണ് ശരിക്കും ക്രിസ്മസ്. നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ വീട്ടിലേ ഉള്ളു ഇത്രയും വെട്ടം. പള്ളിക്കാരല്ല മോനെ, കരോളുകാര്. ആണോ? അപ്പൊ നമ്മളെന്തോ കാരാ? നമ്മൾ ക്രിസ്മസുകാരാ അല്ലേ? ആ നമ്മളെല്ലാരും ഒരേ ആൾക്കാരാ. എൻ്റെ മോൻ കരോളുകാരനാണ്, എൻ്റെ കുഞ്ഞ് പള്ളിക്കാരനാണ്, അമ്പലക്കാരനാണ്, മനുഷ്യനാണ്, എല്ലായിടത്തും ഉള്ളതാണ് എൻ്റെ കുഞ്ഞ് അല്ലേ? നമ്മളാരാ? മനുഷ്യര്. ആ എടാ വരുവടാ കൂട്ടാ, വരുവടാ. കരോളുകാർ വരാൻ താമസിക്കുന്നതിന് കാര്യമാണ്. ഇപ്പം വരും കേട്ടോ, കരയണ്ട. അവർ വരട്ടെ മോനെ, ഓരോ വീട്ടിൽ പോയിട്ടല്ല വരാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിൽ വരുവടി, വരും. അപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞ് ഇവിടെ ഒരു കൊച്ചൊരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, ഇവിടെ വരാണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞ എല്ലാം നടന്നിട്ടില്ലേ? എന്തെങ്കിലും നടക്കാത്തതുണ്ടോ? കുഞ്ഞ് പറയുന്ന എല്ലാം അപ്പം ചെയ്യും, അപ്പം പറയുന്ന എല്ലാം കുഞ്ഞും ചെയ്യും.
അപ്പോൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുമെന്ന് അറിയത്തില്ലേ പൊന്നിനെ. കൊട്ടണ്ട് കെട്ടുന്ന കേൾക്കുന്നുണ്ട്. ഇപ്പം വരും. ഡാൻസ് കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ. ഒന്നും വരൂല, വരുവടി, ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും വരുമെന്ന്. അതുവരെ അവർക്കപ്പം മനസ്സിലാവും ഇത് കീടിയാവുന്നു. ഇത് ഇങ്ങനെ ഇട്ട അവർ കിടുവാന്ന് മനസ്സിലാവും. ഇങ്ങനിട്ട ക്രിസ്മസ് അപ്പൂപ്പനാണ്. ആ കിടുവാന്ന് അറിയത്തേ ഇല്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. ഏ ആ അവരോർക്കും ക്രിസ്മസ് അപ്പൂപ്പനാന്ന്. കിടുവാന്ന് മനസ്സിലാവത്തില്ല. ഇങ്ങനിട്ട കിടുവാന്ന് ഓർക്കും. ആണോ? ആ അതുകൊണ്ടെന്നാ മുഖം മറച്ച് വെക്കണം അല്ലേ അവർ വരുമ്പോൾ. ആ അവരവർക്ക് ശരിക്കുമുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ ഇതാന്ന്. ആ അവർ ഞെട്ടുമല്ലോ ക്രിസ്മസ് അപ്പൂപ്പനെ കാണുമ്പോൾ. അപ്പം അതല്ലേ ഇവിടെ കാത്തിരിക്കുന്ന വരുന്നത് നോക്കി. ഞാനിവിടെ മണ്ണിനകത്തിരിക്കുക. ഷോ ഇപ്പം വരും കേട്ടോ. പിന്നെ നോക്കിയാ തന്നെ പോയിരിക്കുക. എത്ര നേരമായി ഉറക്കളച്ചിരിക്കുക. സങ്കടം തോന്നുന്നു നിൻ്റെ. എടാ വരുവാടാ ഇങ്ങോട്ട്. അത്രയും നേരം അകത്ത് കയറിയിരിക്കാം. ബാ ചിന്നു ഇത് കിടുവാ കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പനല്ല, കടിക്കല്ലേ. ബാ നമുക്ക് അകത്ത് പോയിരിക്കാം കുറച്ച് നേരം. എന്നൊക്കെ ഒന്ന് പെരപ്പുറത്ത് പോയി കുറച്ച് നേരം തീ കാഞ്ഞാലോ. ആടാ കേട്ടോടാ. ഞങ്ങളങ്ങനെ തീ കായാൻ പോകുന്നു. വരുവാടാ. പിണങ്ങിയോ? അപ്പൂപ്പൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു എനിക്ക് പിണങ്ങിയിട്ട്. അപ്പുറത്ത് പാടുന്നുണ്ടല്ലോ. അപ്പോൾ അവർ തിരിച്ചൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നു. ഇങ്ങോട്ട് വന്ന് പാടും എന്നിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് പോകത്തില്ല. നമുക്കിവിടെ കിടക്കാൻ പറയാം അവരോട്. രണ്ടിടത്തുണ്ടോ? ഒന്ന് അമ്പലത്തിലാ. ഉത്സവം വല്ലതും ഉണ്ടോ? ഞാൻ അതെവിടെയാ? ആരെങ്കിലും സ്വന്തമായിട്ട് ഭജന നടത്തുന്നുണ്ടാവും വീട്ടിൽ. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഇവിടെ അങ്ങനെ ഇല്ല. നമ്മുടെ അവിടെ കന്യാസ്വാമിമാർ കെട്ടി വെക്കുമ്പോൾ വീട്ടിൽ ഭജന നടത്തും. ചിന്നു മാറിക്കിടന്നോ ഇല്ല എൻ്റെ രോമം കത്തും. കാത്തിരുന്ന് ഞങ്ങളുടെ അപ്പൂപ്പൻ ഉറങ്ങിപ്പോയി. വരുമ്പോൾ ഉണർത്തണമെന്നും പറഞ്ഞ് തന്നിട്ട് ഉറങ്ങിപ്പോയി. പാവം. അവർ വരട്ടെ, വരുമ്പോൾ എണ്ണിപ്പിക്കും. അങ്ങനെ കിടുവിനെ കൊണ്ട് കിടത്തി കുഞ്ഞാവപ്പോൾ കരോളുകാരങ്ങ് അപ്പുറം ചെന്ന്. അവർ വന്നില്ല. പാവം എൻ്റെ കുഞ്ഞ് കുറേ കാത്തിരുന്നിട്ടും വന്നില്ല. അപ്പുറം ഇപ്പുറം എല്ലാം പോയി, നമ്മുടെ വീട്ടിലോട്ട് വന്നില്ല. പിന്നെ അവൻ കുറേ നോക്കിയിരുന്നു. അതിൽ അവൻ ഉറങ്ങിയത് കാര്യമായി. രാവിലെ ആകുമ്പോൾ അവനോട് പറയാൻ വന്നായിരുന്നു, അവൻ ഉറക്കമായിട്ട് കാണാഞ്ഞാന്ന് പറയാം. എന്താണോ എന്തോ വന്നില്ല. നമ്മൾ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഇട്ട് കാത്തിരുന്നത് എല്ലാവരും വരുമെന്ന് ഓർത്തിട്ട്, കരോള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോട്ടെ, സാരമില്ല. പാവം എൻ്റെ കുഞ്ഞ്. അപ്പം അടുത്തുണ്ടേ.